ഞാനിപ്പോൾ നിൽക്കുന്നത് കടയ്ക്കൽ കോട്ടപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ വരുവാൻ ഒരു കാരണമുണ്ട്. ഈ കഴിഞ്ഞ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ ഒരു കുട്ടിയുടെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പാലുകാച്ചൽ ചടങ്ങിന് എന്താണ് ഇത്ര പ്രത്യേകതയെന്ന്. എന്നാൽ ഈ പാലുകാച്ചൽ ചടങ്ങിന് പ്രത്യേകതയുണ്ട്. ഈ പേര് കണ്ടോ? ഈ പേരിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ആ പ്രത്യേകത? ആര്യാമൃതം. ഒരു ചേച്ചിയുടെയും അനുജത്തിയുടെയും പേര് അടങ്ങിയിട്ടുള്ള ഒരു ബോർഡാണ് ഈ കാണുന്നത്, ആര്യാമൃതം എന്ന് പറയുന്നത്. അപ്പോ ആര്യാമൃതത്തെ കുറിച്ച് പറയുമ്പോൾ ആര്യയെക്കുറിച്ചും അമൃതയെക്കുറിച്ചും നിങ്ങളോട് പറയാതിരിക്കാൻ കഴിയില്ല. ആര്യയും അമൃതയും എന്ന് പറയുന്നത് പഠിക്കാൻ വളരെ മിടുക്കരായ രണ്ട് കുട്ടികളാണ്. അതിൽ മൂത്തയാൾ ആര്യ. ഈ കഴിഞ്ഞ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ മാർക്കോടുകൂടി പാസ്സായ ഒരു കൊച്ചു മിടുക്കിയാണ് ആര്യ. എന്നാൽ അവരുടെ വിഷയം എന്ന് പറയുന്നത് അവർക്ക് തല ചായ്ക്കാൻ നല്ലൊരു വീടില്ല എന്നുള്ളതാണ്. അതുപോലെ പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ സൂക്ഷിക്കാൻ നല്ലൊരു അടച്ചുറപ്പുള്ള നല്ലൊരു വീടില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ഒരു വിഷമം എന്ന് പറയുന്നത്. എന്നാൽ ആ വിഷമത്തിനൊക്കെ പരിഹാരം കണ്ടുകൊണ്ട് അവർക്ക് നല്ലൊരു ഭവനം നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി കടയ്ക്കലിലെ കുറച്ച് സുമനസ്സുകൾ ചേർന്നപ്പോൾ അവർക്ക് നല്ലൊരു ഭവനം ഇവിടെ നിർമ്മിക്കപ്പെടുകയാണ്. അവരുടെ അമ്മയ്ക്ക് സുഖമില്ലാത്ത ആളാണ്. അതുപോലെ അച്ഛൻ മരണപ്പെട്ടു പോയതാണ്. അപ്പോൾ അവർക്ക് നല്ലൊരു ഭവനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഭടന്മാരായിട്ട് ചേർന്നുകൊണ്ട് അവരുടെ കൂട്ടായ്മയിൽ നല്ലൊരു ഭവനം ഇന്നിവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ വരുന്ന 23-ാം തീയതി ഈ ഭവനം ഇവർക്ക് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം അവർക്ക് സമർപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം നൽകിയത് നമ്മുടെ കടയ്ക്കലിലെ സ്വർണ്ണ വ്യാപാരിയും അതുപോലെ അഡ്വക്കേറ്റും കൂടിയായിട്ടുള്ള ശ്രീ ജയചന്ദ്രൻ അവർകളാണ്. അദ്ദേഹത്തിനും അതുപോലെ തന്നെ ഈ വീടിന്റെ എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങൾക്കും മുൻപന്തിയിൽ സ്വന്തം വീടിനേക്കാൾ ഉപരി കൂടുതൽ അതിന് ഒരു മേൽനോട്ടം കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ആയിട്ടുള്ള തന്നെ മറ്റുള്ള ഉദ്യോഗസ്ഥരും കൂടി ചേർന്നിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഞാനിപ്പോൾ ഇരിക്കുന്നത് ആര്യാമൃതം വീടിന്റെ അകത്താണ്. ഈ വീടിനകത്തിരിക്കുമ്പോൾ എന്റെ തൊട്ടടുത്തിരിപ്പുണ്ട് ആര്യയും അമൃതയും ഒപ്പം അമ്മയും. അപ്പോൾ പാലുകാച്ചിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ വീടിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഈ വീടിനകത്തിരിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം എനിക്കും തോന്നുന്നുണ്ട്. ഒരുപാട് ഇന്റർവ്യൂകളും ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കവർ ചെയ്യാറുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വാർത്ത എടുക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ എന്താണ് തോന്നുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. 10ാം ക്ലാസ്സിലെ എന്റെ റിസൾട്ടാണ് എന്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റി മറിച്ചത്. സ്കൂളുകാരുടെ സപ്പോർട്ടും സ്കൂളും അവരുടെ PTA എല്ലാം കൂടി ചേർന്നാണ് ആദ്യം എനിക്കൊരു വീട് എങ്ങനെയെങ്കിലും നോക്കിയത്. പള്ളിയമ്പലം ജുവലേഴ്സ് ജയചന്ദ്രൻ സാറ് 4 സെന്റ് വെച്ചപ്പോൾ എനിക്ക് 8.25 സെന്റ് തന്നു. അതിലാണ് CMന്റെ ഹോം മിനിസ്റ്ററല്ല സുരക്ഷാ സേനയിലെ എല്ലാ ഉദ്യോഗസ്ഥരോട് ചേർന്ന് ഇത്രയും നല്ലൊരു വീട് കുറച്ച് സമയം മാത്രം എടുത്ത് നിർമ്മിച്ചു തന്നത്. വീട് വെക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു 1 വർഷമൊക്കെ പിടിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പൊ വീട് വേണോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 10ലെ റിസൾട്ട് വന്നിട്ട് ഒരു 9-10 മാസം പോലും ആയില്ല വീടായി. അവരുടെ വീട് വെക്കുന്ന കുറ്റിയടി തൊട്ട് ഈ നിമിഷം വരെ അവരുടെ സഹകരണവും എല്ലാം വളരെയധികം നമ്മുടെ ജീവിതത്തിനെയും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. തുടർന്നുള്ള പഠനത്തെ കുറിച്ച് അതുപോലെ തന്നെ എന്താകാനാണ് ആഗ്രഹം, അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? എനിക്ക് +1 +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് നീറ്റിന് പോകണമെന്നാണ്. +2 നല്ലൊരു മാർക്ക് എടുക്കണം. പിന്നെ നീറ്റിന് പോയി ഗവൺമെന്റ് സീറ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും അതൊക്കെ നടക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. നമ്മുടെ ആഗ്രഹം തന്നെയാണ്. അനിയത്തി എത്രാം ക്ലാസ്സാണ്? 10ാം ക്ലാസ്. ചിങ്ങൽ സ്കൂൾ തന്നെയാണ്. അപ്പൊ അനിയത്തിക്കും നല്ല മികച്ച ഒരു വിജയം ഉണ്ടാവട്ടെന്ന് ആശംസിക്കുകയാണ്. രണ്ടുപേരും അമ്മയ്ക്ക് ഇരുവശവും വലവും ഇടവും 2 മക്കളാണ്.
അപ്പൊ അവരുടെ കരുത്തിൽ അമ്മയ്ക്ക് മുന്നേറാൻ അമ്മയുടെ സുഖമില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ മരണപ്പെട്ടു. 2.5 വർഷം. അച്ഛൻ എന്തായാലും ചെയ്തു. അച്ഛന് കൺസ്ട്രക്ഷൻ വർക്കാണ്. കൺസ്ട്രക്ഷൻ വർക്കാണ്. സുഖമില്ലാതെ അപകടമരണമായിരുന്നു. അല്ലല്ല, അറ്റാക്ക്. അറ്റാക്ക് മരിച്ചു. അപ്പൊ ഈ ഒരു സന്തോഷത്തിൽ അച്ഛൻ കൂടെ ഇല്ല എന്നുള്ള ഒരു വിഷമമാണ്. അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. എന്തായാലും അച്ഛൻ മുഖ്യമന്ത്രിയുടെ സംരക്ഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ നിർമ്മിച്ചു നൽകിയ ആര്യയുടെയും അമൃതയുടെയും ഈ വീടിനെ കുറിച്ചും അവരുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചും നമ്മോടൊപ്പം ഇപ്പോൾ പാർട്ടിയുടെ CPM-ന്റെ മുൻ ഏരിയ സെക്രട്ടറിയും ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റി അംഗവുമായി പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ ശ്രീ കുമ്മിൽ നസീർ അവர்களോട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് നമുക്ക് കൂടാം. പ്രശംസനീയമായ ഒരു ചടങ്ങാണ് മറ്റന്നാൾ നടക്കാൻ പോകുന്നത്. കടയ്ക്കൽ സ്വദേശിയായ അജിതയുടെയും മക്കളുടെയും ഏറ്റവും നിർധന കുടുംബാംഗങ്ങളായിരുന്നു അവർ. ഏർക്കിടക്കാൻ ഒരു നോക്കിയില്ലായിരുന്ന, അടച്ചുറപ്പുള്ള വീടില്ലാതിരുന്ന, മിടുക്കരായി പഠിക്കുന്ന 2 കുട്ടികളും അജിതയും വളരെ പ്രയാസകരമായ സാഹചര്യത്തിലാണ് ജീവിച്ചിരുന്നത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഭടന്മാരും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും കൂടി ചേർന്ന് ഇവർക്ക് വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ വീട് വയ്ക്കുന്നതിനുള്ള സ്ഥലത്തിന്റെ വിഷയം വന്നപ്പോൾ കടയ്ക്കൽ നിവാസിയായ പള്ളിയമ്പലം ജയൻ അദ്ദേഹത്തിന്റെ പേരിലുള്ള വസ്തുവിൽ നിന്ന് 8.5 സെന്റ് സ്ഥലം ഈ വീട് വയ്ക്കുന്നതിന് വേണ്ടി സൗജന്യമായി പള്ളിയമ്പലം ജയൻ നൽകുകയുണ്ടായി. അതില് 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ സുരക്ഷാ ഭടന്മാരും പേഴ്സണൽ സ്റ്റാഫും ഉദ്ദേശിച്ചത്. പ്രേക്ഷകർക്ക് വേണ്ടി ആര്യയുടെ വീടിനെ കുറിച്ചും അവരുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചും ഒരിക്കൽ കൂടി നമുക്കറിയുന്നതിന് വേണ്ടി CPIM-ന്റെ കടയ്ക്കൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും പൊതുപ്രവർത്തകനുമായ ബഹുമാന്യനായ ശ്രീ ശുഭലാൽ അവർ നമ്മോടൊപ്പം ചേരുന്നു. നമ്മുടെ കടയ്ക്കൽ നിവാസിയായ അജിതയുടെയും സുനിലിന്റെയും മക്കളാണ് ആര്യയും അമൃതയും. എന്നാൽ ഇടയ്ക്ക് 1 വർഷത്തിന് മുന്നെയാണ് നമ്മുടെ സുനിലിന് തട്ടിന്റെ പണിക്കാരനായിരുന്ന സുനിൽ ആ പണിയെടുക്കുന്ന വേളയിൽ തന്നെ ഒരു അസുഖമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണപ്പെടുകയുണ്ടായി. എന്നാൽ അവർ താമസിക്കുന്ന സ്ഥലം അവരുടെ സ്വന്തമായുള്ള സ്ഥലത്തല്ല അവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 4 സെന്റ് ഭൂമിയാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ 4 സെന്റ് ഭൂമിയെ സംബന്ധിച്ച് ചില തർക്കങ്ങളും സഹോദരന്മാരുമായി ചില തർക്കങ്ങളും കേസുകളും ഒക്കെ ആയി നിൽക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഒരു അടച്ചുറപ്പുള്ള വീട്ടിലല്ല അവർ താമസിച്ചുകൊണ്ടിരുന്നത്. ആയതുകൊണ്ട് തന്നെ ആ നിർദ്ധന കുടുംബം വീടില്ലാതെ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഘട്ടത്തിലാണ് സുനിലും മരണപ്പെടുന്നത്. എന്നാൽ അവരുടെ കുട്ടി ആര്യ നമ്മുടെ കടക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിച്ച് പഠിച്ച കുട്ടി, ആ കുട്ടിക്ക് വീടില്ല എന്നൊരു വാർത്തയെല്ലാം പുറംലോകം അറിഞ്ഞപ്പോൾ പലരും സഹായഹസ്തവുമായി അവരുടെ മുന്നിൽ എത്തപ്പെട്ടു. കടക്കൽ ഗവൺമെന്റിലെ PT അടക്കം ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഏതെല്ലാം തരത്തിൽ സഹായിക്കാമെന്ന് അവരുടെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ അതിന്റെ കുറെ പ്രചരണങ്ങൾ ആരെല്ലാം സഹായിക്കാൻ സന്മനസ് ഉണ്ടെങ്കിൽ അതിൽ വന്നു ചേരണമെന്നുള്ള നിലക്ക് അവരെ സഹായിക്കണമെന്നുള്ള നിലക്ക് തന്നെ വലിയ ബന്ധപ്പെടൽ നടത്തി. അപ്പോഴാണ് അവരുടെ സ്ഥിതിയെല്ലാം മനസ്സിലായിക്കൊണ്ട് നമ്മുടെ പള്ളിയമ്പലം ജയൻ ഒരു കൊച്ചു സ്വർണ്ണക്കട വ്യാപാരിയാണ്. എങ്കിൽ തന്നെ അയാൾ ഈ കാര്യത്തിൽ ഈ കുട്ടികളെ സഹായിക്കുവാൻ, അവർക്ക് സ്ഥലം നൽകുവാൻ വേണ്ടി സന്മനസ്സോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി തന്നെ അവർക്ക് സ്ഥലം കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. എന്നാൽ സ്ഥലം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ പിന്നെ വീട് വെക്കുന്നത് വലിയ ബാധ്യതയാണ്. അവരെ കൊണ്ടൊരു കാലഘട്ടത്തിലും അവർക്കൊരു അടച്ചുറപ്പുള്ള വീട് സ്വന്തമായി വെക്കുവാൻ ഒരു കാരണവശാലും കഴിയാത്ത തരത്തിൽ സുനിലിന്റെ മരണത്തിന് ശേഷം അജിത ജോലിക്ക് പോയാണ് അവരുടെ അന്നുള്ള
അന്നത്തിന് വകയുണ്ടാക്കുകയും ആ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുകയും ചെയ്തെന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പോഴാണ് ഈ വിവരമെല്ലാം അറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഭടന്മാർ ഈ വിവരമെല്ലാം മനസ്സിലാക്കി തന്നെ അവർ കുറച്ച് വീട് വെക്കുവാൻ, അവർക്ക് 4-5 വീട് വെച്ച് കേരളത്തിലാകെ ഒരു 3-4 വീട് വെച്ച് കൊടുക്കുവാൻ വേണ്ടി അവരുടെ യോഗം എല്ലാം കൂടി അവർ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ വാർത്ത അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെയുള്ള 2 സുരക്ഷാ ഭടന്മാരുടെയും പോലീസ് മുഖ്യമന്ത്രിയുടെ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അവർ ഈ വിവരം അറിഞ്ഞുകൊണ്ട് അവർ തന്നെ ആദ്യമായി ഒരു വീട് വെച്ച് ഇവിടെ ഈ സ്ഥലത്ത് ഒരു വീട് വെച്ച് കൊടുക്കുവാൻ വേണ്ടി സന്മനസ്സോടുകൂടി തന്നെ അവർ ഇറങ്ങുകയും വളരെ മനോഹരമായ രീതിയിൽ ഉള്ള ഒരു വീടാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഈ വസ്തു കൊടുത്ത ആളിനെ പറ്റിയും ഇതിന് നേതൃത്വം കൊടുത്തവരെ പറ്റിയും നമ്മൾ പറഞ്ഞു. അപ്പോൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു ആളുകൂടെ ഉണ്ട്. അത് മറ്റാരുമല്ല, ഇതിന്റെ രൂപകൽപ്പന ചെയ്ത് ഈ വീട് പണിത ചന്ദ്രൻ എന്ന വ്യക്തിയെ എല്ലാവരും അറിയണം. ന്യൂ ബ്രദേഴ്സ് കൺസ്ട്രക്ഷൻസ് എന്നറിയപ്പെടുന്ന ഒരു കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഒരാളാണ് ഈ വീട് ഇവർക്ക് ഇത്രയും മനോഹരമായിട്ട് പണി നൽകിയത്. നമുക്ക് വീഡിയോയിൽ കാണാം ആ വീടിന്റെ ഒരു ദൃശ്യ ഭംഗി, അതായത് പെയിന്റിങ്ങിലാണെങ്കിൽ പോലും എല്ലാം അതിന്റെ സാക്ഷി ടിവിയുടെ പ്രേക്ഷകരെ എല്ലാം നേരിട്ട് വിളിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു ക്ഷണമായിട്ട് സ്വീകരിക്കണം. സാക്ഷി ടിവിയുടെ പ്രേക്ഷകർക്കെല്ലാം പാലയാച്ചന് വലിയൊരു ചടങ്ങല്ലെങ്കിലും പങ്കെടുക്കണം. ഈ മുന്നോട്ടുള്ള എല്ലാ യാത്രകളിലും അച്ഛന്റെ ആത്മാവിന്റെ ഒരു അനുഗ്രഹം കൂടെ ഉണ്ടാവട്ടെ, അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവിധമായിട്ടുള്ള ആശംസകൾ നേരുകയാണ്. ഒപ്പം നിങ്ങളുടെ എല്ലാ വിജയത്തിനും ഈ അമ്മയുടെ ആ ഒരു മനസ്സ് ഉണ്ടാകട്ടെ. അപ്പൊ വളരെ സന്തോഷത്തോടെ ഇനി നിങ്ങൾ എത്ര ലെവലിലേക്ക് എത്തിയാലും ജോലി നേടിയാലും ഒക്കെ നല്ലൊരു ജീവിതം എത്തിയാലും ഒപ്പം അമ്മ കൂടെ ഉണ്ടാവും. അപ്പൊ എല്ലാവിധ ആയിട്ടുള്ള ആശംസകളും സാക്ഷി ടിവിയുടെ പേരിൽ നേരുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഇനിയും സുമനസ്സുകളായിട്ടുള്ള ആളുകൾ മുന്നിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സാക്ഷി ടിവിക്ക് വേണ്ടി ഉണ്ണികൃഷ്ണൻ കടക്കിൽ, ഒപ്പം രാജ്മോഹൻ ചെറിയ